WCC ട്രോൾ ചെയ്യുന്നവർക്ക് ഒരു മറുപടിയും കൂടിയാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട്. ആധികാരികത വന്നു എന്നുള്ളതാണ്. പക്ഷെ അന്നു മുതലേ ഈ സിനിമയിൽ ഈ വിഷയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്ത് ഇതിൻ്റെ സ്വഭാവത്തെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത് പലതരത്തിലാണ് ഡിസ്കഷൻസ് പോകുന്നത്. അതായത് ഇതൊരു പുതിയ പ്രശ്നമല്ല, ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. പലതരത്തിൽ നിന്നും അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുതുതായിട്ട് വരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ കേരളം ഞെട്ടില്ല എന്ന് കരുതിയെടുത്ത് കേരളം ഞെട്ടിയിട്ടുണ്ട്. അമ്മയിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ചേച്ചി ഇതിനെ എങ്ങനെയാണ് പോയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കണേ? നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ഒരു 96 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെന്നൊക്കെ പറഞ്ഞാൽ വളരെ സീനിയർ പോസ്റ്റിലിരുന്നിരുന്ന അത്രയും പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലൂടെ വന്ന നമ്മളെ ഇഷ്ട നടിമാരാണ് അവരൊക്കെ. അപ്പോൾ അവരും പറഞ്ഞത് പഴയ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി വികസിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നടക്കുകയും ഡിജിറ്റൽ യുഗത്തിലെത്തുകയും ഇനി അനിമേറ്റഡ് ഫിഗേഴ്സായിട്ട് സിനിമ തന്നെ മനുഷ്യർ വേണ്ടാത്ത വിധം സിനിമ ചെയ്യാവുന്ന സാധ്യതയിൽ എത്തി നിൽക്കുമ്പോൾ വരെയും ഈ മനുഷ്യാധ്വാനത്തിനെയും സ്ത്രീകളെയും ബഹുമാനിക്കുന്ന, അവർക്ക് സുരക്ഷിതത്വം അഭിമാനം ഉറപ്പാക്കുന്ന തൊഴിലിടമായിട്ട് അത് മാറിയില്ല എന്നും കൂടെ വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു വികാസമാണ് ആ ഇൻഡസ്ട്രിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടത്. അതല്ലാതെ പണ്ട് ഇങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഇന്നും ഇങ്ങനെ ആവാമെന്നാണോ? പാടില്ലല്ലോ. ഹിസ്റ്ററി അങ്ങനെ പോവില്ല. അപ്പോൾ പണ്ട് പലതും മോശമായിരുന്നു മനുഷ്യരോട്. ആ മോശമായതാണ്, അതല്ല ശരിയെന്ന് അറിഞ്ഞ് ബോധപൂർവം തിരുത്തലുകൾ ഉണ്ടാക്കിയതാണ് നമ്മളെ. ഇതിനൊരു നെഗറ്റീവ് കമന്റ് എന്താണെന്ന് വെച്ചാൽ അന്തസ്സുള്ള സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലയല്ല സിനിമ എന്ന് തെളിഞ്ഞില്ല എന്നാണ് നെഗറ്റീവ് കമന്റ്സ് വരുന്നത്. ആകെ മൊത്തം അങ്ങനത്തെ ഉള്ള കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പുരുഷാരം. ഇവിടെയാണ് നമ്മൾ ഇതെങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനകത്തുനിന്ന് ഈ വിഷയത്തെ നമ്മൾ കൃത്യമായി അവതരിപ്പിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അന്തസ്സുള്ള ഒരിടമല്ല എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ആസ് എ ഇൻഡസ്ട്രി, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഇതൊരു തൊഴിലിടം എന്നുള്ള രീതിയിൽ ഇതിനെ കാണാനും അതിൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും തക്ക മാനസിക ശേഷിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താ പദ്ധതിയുള്ള ഒരു സമൂഹം നമുക്കില്ല. രണ്ടാമത്, സ്ത്രീ എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റി ആണെന്നോ അത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമ്മളുടെ സിനിമകളുടെ പോർട്രേറ്റിൻ്റെയും കൂടി പ്രശ്നങ്ങളുണ്ട്. ഈ സെക്സ് ജോക്കുകൾ എല്ലാതും ഒരു റേപ്പ് കൾച്ചർ ഉണ്ട് എന്ന് നമുക്ക് പോലും അറിയില്ല. കാരണം സ്ത്രീകളെ ഇഞ്ചോട് ഇഞ്ച് ഉപഭോഗ വസ്തുവായി മാത്രം കൊണ്ടാടുന്ന ഒരു ഇൻഡസ്ട്രിക്ക് അകത്തും കൂടിയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു പൊതുബോധം എന്താണെന്നുള്ളതാണ്. ഒന്നിത് സ്ത്രീയുടെ തൊഴിലിടമായിട്ട് കാണണമെങ്കിൽ ഇതിനകത്ത് തൊഴിൽ നിയമങ്ങളും തൊഴിൽ റെഗുലേഷൻസും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നണം. അപ്പോൾ ഇതങ്ങനെ അല്ല എന്നുള്ളൊരു ബോധം നിലനിൽക്കുന്നത് കൊണ്ടാണ് സ്ത്രീക്ക് പറ്റിയതല്ല എന്നിവർ പറയുന്നത്. അപ്പം ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പം ഇന്ന് കൽക്കട്ടയിൽ ജോലിക്ക് പോയ ഒരു ഡോക്ടർ ബ്രൂട്ടലി മർഡറായി. അപ്പം ഇപ്പോൾ പറയുന്നത് റേപ്പല്ല, അത് പ്രതികാരം തീർന്നതാണ്. അപ്പോൾ ഇവരുടെ അടുത്ത ചോദ്യം എന്താണ്? സ്ത്രീക്ക് പറ്റിയ ഇടമല്ല മെഡിക്കൽ ഫീൽഡ് എന്നാണോ ഇനി ഇവർ പറയാൻ പോകുന്നത്? ഇന്ത്യയിൽ ശരാശരി 10 ദളിത് സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇവരുടെ ആൻസർ എന്താണ്? ദളിത് സ്ത്രീകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അർഹരല്ല എന്നാണോ ഇനി ഇവർ പറയാൻ പോകുന്നത്? അപ്പോൾ ഇതിന് ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങളെ നമ്മളിനി ആൻസർ ചെയ്യാൻ സ്ത്രീകൾ തയ്യാറല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. ആ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവൾക്ക് അവളുടെ അഭിമാനം വ്രണപ്പെടുന്ന വിധത്തിൽ അല്ലെങ്കിൽ സെക്ഷൽ ഫേവർ ആവശ്യപ്പെടുന്ന വിധത്തിൽ സംവിധാനങ്ങൾ വരരുത്, അത് മാറണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രയോറിറ്റി നമ്മളെ നോ പറയാൻ പഠിപ്പിക്കലല്ല, സ്ത്രീക്ക് ജോലി ചെയ്യുന്ന ഓരോ ഇടത്തിലും നോ പറയേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാതിരിക്കൽ തന്നെയാണ് ഒരു ആധുനിക സമൂഹം ചെയ്യേണ്ടത് എന്നുള്ള പാഠമാണ് ഇനി നമ്മൾ പഠിപ്പിക്കേണ്ടത്. മറിച്ചുള്ള ഒരു വർത്താനം ഒരു നറേറ്റീവും കേൾക്കാൻ നമ്മൾ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം അടക്കം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ അതൊരു വലിയ വിജയമാണ്. കാരണം ഒരു പ്രോസസ്സിന്, ഒരു തോട്ട് പ്രോസസ്സിനെ തന്നെ അട്ടിമറിക്കുന്ന ഒരു സംഗതികളാണ് നടന്നത്. അപ്പോൾ ഇവിടെ അപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം സ്ത്രീകളെ കാണുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ്? യഥാർത്ഥത്തിൽ മനുഷ്യബന്ധങ്ങളിൽ സാധ്യമാവേണ്ട പ്രണയവും സെക്സും സാധ്യമല്ലാത്ത രീതിയിൽ സെക്സിനെ നമ്മളൊരു ക്രിമിനൽ ടൂളായിട്ട് നിർത്തുന്നു എന്നൊരു അപകടം കൂടെ നമ്മൾ ചെയ്തു വയ്ക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്ന്, ഇത്തരത്തിലുള്ള ഒരു വോയറിസ്റ്റിക് ഇക്കിളിപ്പെടുത്തലുകളിൽ മാത്രമായിട്ട് ചർച്ച ഒതുങ്ങി പോകുന്നുണ്ട്. കാതലായ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിനകത്ത് 100 കണക്കിന് മനുഷ്യർ വർക്ക് ചെയ്യുന്നുണ്ട്.
ഒരു സിനിമ ഒരു നടനെ കണ്ട് മാത്രം ഒന്നുമല്ല ഉണ്ടാവുന്നത്. കോടികൾ ചിലപ്പോൾ അയാളായിരിക്കും വാങ്ങുന്നത്. മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മേ ബി 75 മേലെ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതൊക്കെ ന്യായമായ കാര്യമല്ല, അന്യായമായ ഒരു കാര്യം അവിടെ നടക്കുമ്പോൾ ഈ സിനിമ രൂപപ്പെടുന്നതിൽ ഒത്തിരി മനുഷ്യൻ്റെ അധ്വാനങ്ങളുണ്ട്. ഈ അധ്വാനങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും കൂടിയാണ് ഇനി നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. ഇവർക്ക് എന്ത് തരത്തിലുള്ള ക്ഷേമമാണ് ഉറപ്പാക്കുന്നത്, ഇവരുടെ സ്വാസ്ഥ്യം വെച്ചാൽ പണിയെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്രമം കൂടി വേണം. അപ്പം മലയാളം ഇൻഡസ്ട്രിയുടെ പണിയെടുപ്പിക്കുന്ന രീതികൾ എന്താണ്? ഇനിയിപ്പോൾ ഒരു 100 പേരുള്ളൊരു സിനിമയ്ക്കകത്ത് പോലും മാക്സിമം 5 പേരാണ് സ്ത്രീകളുണ്ടാവുന്നത്. അപ്പോൾ 95 പേരും പുരുഷന്മാരാണ്. അതിൽ തന്നെ 5-6 പേരായിരിക്കും ഒരു പ്രിവിലേജ്ഡ് എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം എൻജോയ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ആ സിസ്റ്റത്തിനകത്തുള്ളത്. ബാക്കി വരുന്ന ഈ 90 പേരും എന്ത് തരത്തിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത് എന്നും കൂടെയാണ് ഇനി മനുഷ്യർ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇത് സ്ത്രീകളുടെ പ്രശ്നമായിട്ടും സ്ത്രീകൾ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് അപകടം പറ്റി എന്നുള്ള രീതിയിലാണ് ഇവർ കാണുന്നതെങ്കിൽ ഇവരൊരു സമൂഹം എന്നുള്ള രീതിയിലും മനുഷ്യ ജീവിതത്തിനെ അധ്വാനത്തിനെ ഒന്നും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ഒരു തരം അടിമ കാലഘട്ടത്തിൻ്റെ ബോധത്തിലേക്ക് പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് തൊഴിലാളി സംഘടനകളുടെ ഇടപെടൽ നമ്മളിപ്പോൾ കൃത്യമായിട്ട് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ സജിത മഠത്തിൽ പറഞ്ഞത് ഫെഫ്കയുടെ ഭാഗത്ത് നിന്നിട്ട് ഇതെങ്ങനെയാണ് നേരിടേണ്ടത്, എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് മെസ്സേജസ് അയക്കുന്നത്. സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരെയൊക്കെ ഫെഫ്ക അറിയിക്കുകയാണ് ഈ സിറ്റുവേഷനിൽ WCCക്കെതിരായിട്ട്. ഇപ്പം ഒരു ഘട്ടത്തിൽ ട്രോളിയിരുന്നത് കാരവാനിലിരുന്ന് ഫേസ്ബുക്കിലൂടെ എഴുതുന്നവരാണ് WCC അംഗങ്ങളെന്നൊക്കെ പറഞ്ഞ് ട്രോളുന്നിടത്ത് നിന്ന് ഇപ്പോൾ ഒരു ഔട്ട്പുട്ട് റിസൾട്ടിലേക്ക് വന്നപ്പോൾ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടതെന്ന് മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന രീതിയിലൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഘടനയായിട്ട് മാറിപ്പോകുന്നു എന്നുള്ളതാണ് പരാതി പറഞ്ഞത് സജിത മഠത്തിൽ. ഇത് കേൾക്കുമ്പോൾ ഒരു തൊഴിലാളി സംഘടനയുടെ ഇത്തരത്തിലുള്ളൊരു സംഗതിയെ അവർ മനസ്സിലാക്കുന്നതാണ് പറയുന്നത്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു സംഘടനാ പരിപാടി ഇതാണോ സംഘടിപ്പിക്കൽ? ഇതല്ലെങ്കിൽ തൊഴിലാളി സംഘടനയുടെ ലക്ഷ്യം അതും ഇടതു സ്വഭാവം സൂക്ഷിക്കുന്നു എന്ന അഭിപ്രായത്തെ നാഷിക് കപൂറും നിഷേധിച്ചിട്ടുണ്ട്. അത് ഇടത് പരിവേഷം മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു ഇടത് സ്വഭാവം ഇല്ലെന്ന്. ചേച്ചി എങ്ങനെയാണ് ഈ സംവിധാനത്തിൽ? അല്ല, അങ്ങനെ അവർ അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പോൾ വരുന്ന ഈ മൂവ്മെൻറ്റിനെതിരെയും ഇത്രയും വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടിനെതിരെയും അത്തരത്തിലൊരു ക്യാമ്പയിൻ അവർ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു തൊഴിലാളി വിരുദ്ധമായിട്ടുള്ളൊരു നടപടി തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ അതുമാത്രമല്ല, ഒരു ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിനോട് ഐക്യപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ളതാണ്. നമ്മൾ അതിനകത്തൊരു സാമൂഹ്യ നീതി സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ അത് ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന തൊഴിലാളി സംഘടനകൾ സ്വയം വിലയിരുത്തണം ഞങ്ങൾ ആർക്കൊപ്പമാണെന്നുള്ളത്. മൂലധന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയുടെ കുറച്ച് ആളുകൾക്ക് ഒപ്പമാണോ അതോ ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ഒപ്പമാണോ എന്നുള്ളത് അവർ തന്നെ വിശകലനം ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ ചിലൊരു റോങ് പ്രാക്ടീസ് അവർ എടുക്കുകയാണെങ്കിൽ അതൊന്നും കുറേ കാലം പോവില്ല. കാരണം ഇതെല്ലാം റിവോൾട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, കാരണം മനുഷ്യൻ ഗതി കെടുമ്പോൾ റിവോൾട്ട് ചെയ്യും. ഈ ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിൻ്റെ വിധേയദാസ്യ മനോഭാവങ്ങളൊന്നും മനുഷ്യർക്ക് അധികം കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിലും ലോകത്തിലും സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മളും.